ഹായ് ഫ്രണ്ട്സ്, ലയാസ് ആർട്ടിലേക്ക് സ്വാഗതം. ആം ഹോളിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിനുള്ള ഒരു വീഡിയോ ആണിത്. ഞാനിപ്പോൾ ചെസ്റ്റ് ലൈൻ വരച്ചിട്ടുണ്ട്, ഷോൾഡറും വരച്ചിട്ടുണ്ട്. 40 ഇഞ്ച് സൈസാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ ഷോൾഡറിൻ്റെ ആ സെയിം അളവ് നമുക്ക് ആം ഹോൾ എടുത്താൽ മതി. ഷോൾഡർ അവർക്ക് 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് കണ്ട് ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ ആ ഇക്വേഷൻ ഇട്ടിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന 5.75 ആണ്. അപ്പോൾ അതിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച് മാർക്ക് ചെയ്യുക. ടോപ്പിൽ നിന്നും ആ മിഡിൽ പോർഷൻ വരെയുള്ള ലെങ്ത് എത്രയാണോ ആ ലെങ്ത് തന്നെ നമുക്ക് ആം ഹോളിൻ്റെ എൻഡിലും കൊടുക്കണം. ആ രണ്ട് ഡിസ്റ്റൻസ് ഒരുപോലെ നമുക്ക് കിട്ടണം. ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കുമ്പം 1/2 ഇഞ്ച് അകത്തേക്ക് കയറ്റി വരിക. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് വിസിബിൾ ആണെന്ന് തോന്നുന്നു. ആദ്യം ബാക്ക് വരച്ചു, അതിന് ശേഷം ഫ്രണ്ട് അകത്തേക്ക് കയറ്റി വരിക. ഇതിപ്പോൾ ബാക്ക് പീസാണ്. അത് വെട്ടിയതിന് ശേഷം നമുക്കത് വെച്ച് ഫ്രണ്ട് പീസിൽ ഞാൻ വരച്ച് കാണിച്ചു തരാം. കൂടുതൽ അളവുകളൊന്നും അതാണ് പറയാത്ത. ആം ഹോൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാ ബാക്ക് പീസ് എടുത്ത് നമ്മൾ ഫ്രണ്ട് പീസിന് വേണ്ടി വെച്ച് സെയിം അതേപോലെ തന്നെ ഫുൾ മാർക്ക് ചെയ്തെടുക്കുക. സെയിം അതുപോലെ തന്നെ. അപ്പോൾ ഫ്രണ്ടിനേക്ക് വരച്ചു കൊടുക്കാം. അതൊക്കെ നമ്മൾ ആവശ്യത്തിന് എടുക്കുക. ഇവിടെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ആം ഹോൾ. ഇത് ബാക്ക് ആം ഹോളാണ്. മേളിൽ നിന്ന് നമ്മൾ സെൻറ്റർ കണ്ടുപിടിക്കുക. ആ സെൻറ്ററിലേക്ക് ആ സെയിം അളവ് സൈഡിൽ നിന്നും എടുക്കുക. മേളിൽ നിന്ന് എത്രയാണോ സെൻറ്ററിൽ കിട്ടിയ ആ സെയിം അളവ് സൈഡിൽ നിന്നും എടുത്തിട്ട് ആ 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുക. 1/2 ഇഞ്ച് അകത്തേക്ക് കയറ്റി വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നെക്ക് വരച്ച് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് പീസിൽ നമ്മൾ മാർക്ക് ചെയ്ത് വച്ചിരുന്ന പാടുണ്ടല്ലോ, അതിൽ വച്ച് നോക്കാം. അപ്പം നമ്മൾ ചെയ്തത് നമുക്ക് കറക്റ്റായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് നോക്കൂ. ഇതുവരെ മനസ്സിലായില്ല, പലതവണ പറഞ്ഞതുകൊണ്ടാണ് വീഡിയോ റിപ്പീറ്റ് ചെയ്തത് ഇങ്ങനെ കാണിച്ചേക്കുന്നത്. കണ്ടോ, ഇങ്ങനെ വരും നമ്മുടെ ആം ഹോൾ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.